മകരവിളക്കിന് ഒരുങ്ങിയിരിക്കുന്നു സന്നിധാനം. തിരുവാഭരണ ഘോഷയാത്ര ഇന്ന് ലാഹാസത്രത്തിലേക്ക് എത്തിച്ചേരും. അശ്വജിത്ത് ചേരുന്നു നമുക്കൊപ്പം സന്നിധാനത്ത് നിന്ന്. തിരുവാഭരണ ഘോഷയാത്ര ഇന്ന് ലാഹാസത്രത്തിൽ എത്തിച്ചേരും. നാളെ സന്നിധാനത്തേക്ക് വരും. പിന്നീട് ഇത്രയും നാളെ നീണ്ട ഭക്തരുടെ കാത്തിരിപ്പിന് അതിനൊരു പര്യവസാനമായി തീരുകയാണ്. ഈ നിയന്ത്രണമൊക്കെ എങ്ങനെയാണ്? ഈ മകരവിളക്ക് ദർശനം കാണാനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഏതു രീതിയിൽ പുരോഗമിക്കുന്നു? എന്താണ് സന്നിധാനത്ത് നിന്നുള്ള ഏറ്റവും പുതിയ വിശേഷങ്ങൾ, വാർത്തകൾ? സേതു, കാത്തിരിപ്പ് അല്ലെങ്കിൽ ദിവ്യജ്യോതി കാണാനുള്ള കാത്തിരിപ്പ് നാളെ അവസാനിക്കുകയാണ്. തിരുവാഭരണ ഘോഷയാത്ര ഇന്ന് ലാഹയിൽ എത്തിച്ചേരും. അവിടെ ലാഹ സത്രത്തിൽ തങ്ങിയ ശേഷം നാളെ വീണ്ടും പ്രയാണം തുടങ്ങും. നാളെ വൈകിട്ടോടുകൂടിയാണ് തിരുവാഭരണ ഘോഷയാത്ര പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് എത്തുന്നത്. നാളെ ദീപാരാധന കഴിഞ്ഞാൽ പിന്നെ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും. മകരജ്യോതി ദർശനത്തിനായാണ് കോടിക്കണക്കിന് വരുന്ന ഭക്തർ കാത്തിരിക്കുന്നത്. സന്നിധാനവും പരിസരവും ഇന്നും ഭക്തരെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. ഇന്ന് അത്യാവശ്യം തിരക്കുണ്ട് സന്നിധാനത്ത്. പൊതുവെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഇന്ന് തിരക്കുണ്ട്. സന്നിധാനത്ത് കഴിഞ്ഞ 3-4 ദിവസങ്ങളായി വന്ന ഭക്തരൊന്നും തന്നെ മലയിറങ്ങിയിട്ടില്ല. അവരെല്ലാം സന്നിധാനത്ത് തമ്പടിച്ചിരിക്കുകയാണ്. ദിവ്യജ്യോതി ദർശനത്തിനായി, മകരജ്യോതി ദർശനത്തിനായി സന്നിധാനത്ത് തമ്പടിച്ചിരിക്കുകയാണ്. സ്വാമി എവിടെന്നാണ്? സ്വാമി എവിടെന്നാണ്? സ്വാമി എവിടെന്നാണ്? സ്വാമി ഐ എം ഫ്രം മുംബൈ. മുംബൈ. മകരവിളക്ക് കഴിഞ്ഞു പോകുന്നുള്ളൂ. സ്വാമി എവിടെന്നാണ്? കുന്താപൂർ, ഉടുപ്പി, കർണാടക. സ്വാമി കുന്താപൂർ മകരവിളക്ക് കാണാമെന്ന ഇത്തരത്തിൽ പല സംസ്ഥാനങ്ങളിൽ നിന്ന്, മുംബൈയിൽ നിന്ന്, മഹാരാഷ്ട്രയിൽ നിന്ന്, കർണാടകയിൽ നിന്ന് എന്ന് വേണ്ട രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഭക്തർ ഈ മകരവിളക്ക് ദർശനത്തിനായി ഒരു ദിവസം മുമ്പ് തന്നെ സന്നിധാനത്തേക്ക് എത്തിയിട്ടുണ്ട്. മകരവിളക്ക് ദർശനത്തിനായി ഏതാണ്ട് 1.5 ലക്ഷത്തോളം ഭക്തർ സന്നിധാനത്തും പരിസരത്തുമായി ഉണ്ടാവും എന്നതാണ് കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ സുരക്ഷ വളരെ പ്രധാനമാണ്. സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ദേവസ്വം ബോർഡിന്റെയും പോലീസിന്റെയും ഒക്കെ നേതൃത്വത്തിൽ അവസാനവട്ട വിലയിരുത്തലും കഴിഞ്ഞിട്ടുണ്ട്. ഭക്തർക്ക് പ്രധാനമായും 10 വ്യൂ പോയിന്റുകളാണ് സന്നിധാനത്തും പരിസരത്തുമൊക്കെയായി 10 സ്ഥലങ്ങളിൽ നിന്നാണ് മകരജ്യോതി ദർശനത്തിനായി സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. ഈ 10 പോയിന്റുകളിലും കൃത്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ഭക്തർക്ക് വെള്ളവും മറ്റ് ലഘുഭക്ഷണവും ഒക്കെ ഉറപ്പാക്കുന്നതിനുള്ള സൗകര്യവും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിരക്ക് നിയന്ത്രിക്കുകയാണ് ഏറ്റവും പ്രധാനം. തിരക്ക് നിയന്ത്രിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളും പോലീസ് കൃത്യമായി തന്നെ പാലിച്ചിട്ടുണ്ട്. മകരവിളക്ക് ദർശനത്തിന് ശേഷം ഭക്തർ മടങ്ങുമ്പോൾ അത് ഒരു തരത്തിലുമുള്ള തിരക്ക് അല്ലെങ്കിൽ ഒരു തരത്തിലുമുള്ള പ്രശ്നം ഉണ്ടാവാതിരിക്കാനും ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 2 പ്രധാനപ്പെട്ട റൂട്ടുകളിലായി മടക്കം 2 പ്രധാനപ്പെട്ട റൂട്ടുകളിലായി ക്രമീകരിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ തിരക്ക് നിയന്ത്രിക്കാനുള്ള എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും ഇവിടെ സന്നിധാനത്ത് പൂർണ്ണമായി കഴിഞ്ഞു. സന്നിധാനം കാത്തിരിക്കുകയാണ് ഭക്തി നിർഭരമായ ആ നിമിഷത്തിനായി, അല്ലെങ്കിൽ എല്ലാ കണ്ണും മനസ്സുമൊക്കെ പൊന്നമ്പലമേട്ടിലേക്ക് അർപ്പിച്ചുകൊണ്ട് ഭക്തകോടികൾ കാത്തിരിക്കുകയാണ് ദിവ്യ ജ്യോതി തെളിയുന്നതിനായി. സേതു, ശരി. എന്താണെങ്കിലും ആ ഒരു കാത്തിരിപ്പിൽ തന്നെയാണ് ഭക്തലക്ഷങ്ങളെല്ലാം